അങ്ങനെ ഡബിൾ ഡക്കറിൽ കയറണം എന്നുള്ള ആഗ്രഹവും സാധിച്ചു. അതിന്റെ ഒപ്പം തന്നെ ഷാർജ മുഴുവൻ ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങിട്ടോ. ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടും എന്ന് പറയുന്നത് പോലെ മേളിലിരുന്ന സ്ഥലങ്ങൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. നമ്മളുടെ ഡബിൾ ഡക്കറിന്റെ ഡ്രൈവർ ചേട്ടനാണെങ്കിൽ എല്ലാ സ്ഥലത്തും നിർത്തി എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നൊക്കെയാണ് കേട്ടോ കൊണ്ടുപോയത്. ഷാർജയിലെ മെയിൻ ആയിട്ടുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങൾ ഈ ഒരു സൈറ്റ് സീയിങ്ങിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. വൈകുന്നേരം സമയമായതുകൊണ്ട് വെയിലും ഉണ്ടായിരുന്നില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നേ. സമ്മർ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം അല്ല രാത്രിയാണെങ്കിലും ഓപ്പൺ ബസ്സിലൊന്നും പോവാനായിട്ട് പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് ചൂടായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഡബിൾ ഡക്കറിൽ കയറുന്നുണ്ടെങ്കിൽ മേളിൽ തന്നെ ഇരിക്കാൻ നോക്കണം കേട്ടോ, അതൊരു പ്രത്യേക വൈബാണ്. ഇവിടെ റോഡുകളിലൊക്കെ സബ്വേസും ടണൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വഴികളിൽ കൂടെ ഒക്കെ ഞങ്ങൾ നേരത്തെ കാറിൽ പോയിട്ടുണ്ട്, പക്ഷെ ഡബിൾ ഡക്കറിൽ പോയപ്പോഴാണ് ഈ വഴികൾക്കൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് മനസ്സിലായത് കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്ത കറക്കം ഒരു 7:30-8 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. എത്ര ടയേർഡ് ആണെങ്കിലും എങ്ങോട്ടെങ്കിലും പോവാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക എനർജി വരാറുണ്ട്. അത് എനിക്ക് മാത്രമാണല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണോന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ലൊരു ഡ്രൈവും നല്ല ഫുഡും വെള്ളവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.